പശ്ചിമേഷ്യൻ ആകാശത്ത് വീണ്ടും യുദ്ധകാഹളം അങ്ങനെ മുഴങ്ങുകയാണ്. ലോകത്തിന്റെ ഇന്ധന വിതരണ ശൃംഖലയുടെ നാഡീഞരമ്പായ ഹോർമൂസ് കടലിടുക്കിനോട് ചേർന്നുള്ള യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ മണ്ണിൽ വീണ തീപ്പൊരികൾ ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിന്റെ തുടക്കമാകുമോ എന്ന ഭീതിയിലാണ് ആഗോള സമൂഹം. ഫുജൈറയിലെ എണ്ണ വ്യവസായ കേന്ദ്രത്തിന് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണം കേവലം ഒരു സൈനിക നീക്കമല്ല, മറിച്ച് ദശകങ്ങളായി മേഖലയിൽ നിലനിന്നിരുന്ന തന്ത്രപ്രധാനമായ സംയമനത്തിന്റെ അന്ത്യം കൂടിയാണ്. ഇനിയും നിശബ്ദരായിരിക്കാനാവില്ല എന്ന UAEയുടെ പ്രഖ്യാപനം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ സൂചനയാണ് നൽകുന്നത്. മെയ് 4 പുലർച്ചെയോടെയായിരുന്നു UAEയുടെ തന്ത്രപ്രധാനമായ ഫുജൈറ മേഖലയിൽ ഡ്രോൺ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പെട്രോ കെമിക്കൽ മേഖലയെ ലക്ഷ്യമിട്ടിട്ടുണ്ടായ ഈ നീക്കം അന്താരാഷ്ട്ര വിമാന സർവീസുകളെയും ചരക്ക് നീക്കങ്ങളെയും നിമിഷങ്ങൾക്കുള്ളിൽ നിശ്ചലമാക്കി. ദുബായ്, ഷാർജ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചതും നിരവധി വിമാനങ്ങൾ മസ്കറ്റിലേക്ക് വഴിതിരിച്ചു വിട്ടതും സാഹചര്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. 12 ബാലിസ്റ്റിക് മിസൈലുകളും 3 ക്രൂയിസ് മിസൈലുകളും 4 ഡ്രോണുകളും തകർക്കാൻ UAE പ്രതിരോധ സേനയ്ക്ക് സാധിച്ചുവെങ്കിലും ചില ഡ്രോണുകൾ ലക്ഷ്യസ്ഥാനത്ത് പതിച്ചത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കമ്പനി ജീവനക്കാർ താമസിക്കുന്ന കെട്ടിടത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും നാശനഷ്ടങ്ങൾ സാരമായവയാണ്. ജനങ്ങൾ സുരക്ഷിതമായ കെട്ടിടങ്ങളിൽ അഭയം തേടണമെന്ന് ആഭ്യന്തര മന്ത്രാലയം നൽകിയ നിർദ്ദേശം ഒരു സാധാരണ പ്രവാസിയുടെയോ സ്വദേശിയുടെയോ ദൈനംദിന ജീവിതത്തെ യുദ്ധത്തിന്റെ നിഴലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളിൽ നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലുകൾക്ക് സാധാരണയായി മുതിരാതിരുന്ന രാജ്യമാണ് UAE. നയതന്ത്രപരമായ ചർച്ചകളിലൂടെയും സാമ്പത്തികമായ സ്വാധീനത്തിലൂടെയും പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കുന്നതായിരുന്നു അവരുടെ പതിവ് രീതി. എന്നാൽ സ്വന്തം മണ്ണിലെ എണ്ണ കേന്ദ്രങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെ നേരിട്ടുള്ള ആക്രമണം ഉണ്ടായതോടെ ഈ നയത്തിൽ അടിമുടി മാറ്റം വന്നിരിക്കുന്നു. UAE പ്രതിരോധ സമിതി ചെയർമാൻ അലി അൽ നുവൈമി ഇസ്രയേൽ പ്രതിനിധി ബോസ് ബിസ്മുത്തുമായി നടത്തിയ ചർച്ചയിൽ വ്യക്തമാക്കിയ നിലപാട് ഇതാണ് സൂചിപ്പിക്കുന്നത്. ഇറാന് സൈനികമായി തന്നെ മറുപടി നൽകുമെന്ന UAEയുടെ പ്രഖ്യാപനം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ പുതിയൊരു അധ്യായത്തിന് തുടക്കമിടുന്നു. അബ്രഹാം കരാറിലൂടെ ഇസ്രയേലുമായി രൂപപ്പെടുത്തിയ പ്രതിരോധ ബന്ധം ഇപ്പോൾ കേവലം കടലാസിലെ ഉടമ്പടിയിൽ നിന്നും നേരിട്ടുള്ള സൈനിക സഹകരണത്തിലേക്ക് മാറുകയാണ്. ഇറാന്റെ നിരന്തരമായ പ്രകോപനങ്ങൾക്ക് മുന്നിൽ ഇനിയും വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ലെന്ന UAEയുടെ തീരുമാനം മേഖലയിലെ പ്രതിരോധ കൂട്ടായ്മകളെ ശക്തിപ്പെടുത്തും. 2026 പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെ വിലയിരുത്തുമ്പോൾ ഇറാനിലെ ഭരണമാറ്റം ഒഴിവാക്കാനാവില്ല. അയത്തുള്ള അലി ഖമേനിയുടെ വിയോഗത്തിന് ശേഷം മുജ്തബ ഖമേനിയുടെ നേതൃത്വത്തിൽ ഇറാൻ സ്വീകരിക്കുന്ന നിലപാടുകൾ അങ്ങേയറ്റം പ്രകോപനപരവും പ്രവചനാതീതവുമാണ്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന് ലഭിച്ചിരിക്കുന്ന അമിതമായ സ്വാതന്ത്ര്യം മേഖലയെ ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് നയിക്കുന്നു. UAEയിലെ വടക്കൻ തുറമുഖങ്ങളായ റാസൽ ഖൈമ, മിന സഖർ എന്നിവിടങ്ങളിൽ നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലുകൾക്ക് ഇറാൻ നൽകിയിരിക്കുന്ന അന്ത്യശാസനം ഇതിൻ്റെ ഉദാഹരണമാണ്. ഈ കപ്പലുകൾ ഉടനടി ദുബായ് തീരത്തേക്ക് മാറണമെന്നും അല്ലാത്തപക്ഷം കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നുമുള്ള ഭീഷണി അന്താരാഷ്ട്ര നാവിക നിയമങ്ങളുടെ ലംഘനം കൂടിയാണ്. ഹോർമൂസ് കടലിടുക്കിലെ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനും അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും നീക്കങ്ങളെ തടയാനും വാണിജ്യ കപ്പലുകളെ ഇറാൻ ഒരു പരിചയമായി ഉപയോഗിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണെന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. റാസൽ ഖൈമ പോലെയുള്ള തുറമുഖങ്ങളെ ലക്ഷ്യം വെക്കുന്നതിലൂടെ മേഖലയിലെ ചരക്ക് നീക്കം പൂർണ്ണമായും തടസ്സപ്പെടുത്താനാണ് ഇറാൻ ശ്രമിക്കുന്നത്. കപ്പലുകളോട് ദുബായിലേക്ക് മാറാൻ ആവശ്യപ്പെടുന്നത് കേവലം ഒരു മുന്നറിയിപ്പല്ല, മറിച്ച് തന്ത്രപരമായ ഒരു നീക്കമാണ്. ലോകത്തെ പ്രധാന വാണിജ്യ കേന്ദ്രമായ ദുബായിലേക്ക് ഒരേ സമയം ഇത്രയധികം കപ്പലുകൾ മാറുമ്പോൾ ഉണ്ടാകുന്ന ഗതാഗത കുരുക്കും ആശയക്കുഴപ്പവും നാവികസേനയെ വലിയ പ്രതിസന്ധിയിലാക്കും. ഇത് ഇൻഷുറൻസ് നിരക്കുകൾ വർദ്ധിപ്പിക്കാനും ഇന്ധനവില ആഗോളതലത്തിൽ കുതിച്ചുവരാനും കാരണമാകും. ഒരു കാലത്ത് നടന്ന ടാങ്കർ യുദ്ധത്തിന് സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെടുന്നത്. എന്നാൽ അന്നുണ്ടായിരുന്നതിനേക്കാൾ മാരകമായ ഡ്രോണുകളും മിസൈലുകളും ഇന്ന് ഇറാന്റെ പക്കലുണ്ട് എന്നത് ഭീതി വർദ്ധിപ്പിക്കുന്നു. UAEക്ക് നേരെ ഇത്തരമൊരു ഭീഷണി നിലനിൽക്കുമ്പോൾ അമേരിക്കയ്ക്ക് നിശബ്ദത പാലിക്കാൻ കഴിയില്ല. പശ്ചിമേഷ്യയിലെ തങ്ങളുടെ ഏറ്റവും വിശ്വസ്തരായ സഖ്യകക്ഷികളെ സംരക്ഷിക്കുക എന്നത് അമേരിക്കയുടെ ബാധ്യതയാണ്. ഇസ്രയേലും UAEയും ഇറാനെതിരെ ഒരു സംയുക്ത സൈനിക നീക്കത്തിന് തയ്യാറെടുക്കുകയാണെന്ന വാർത്തകൾ വരുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. IRGCയുടെ ഭീഷണി നേരിടാൻ പടക്കപ്പലുകളുടെ അകമ്പടിയോടെ വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷ നൽകാൻ അമേരിക്ക നിർബന്ധിതമാകും. ഇത് ഇറാനുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് അമേരിക്കയെ നയിച്ചേക്കാം. റഷ്യയും ചൈനയും ഈ വിഷയത്തിലെടുക്കുന്ന നിലപാടുകളും ശ്രദ്ധേയമാണ്. ഇറാന്റെ ഉറ്റ സുഹൃത്തുക്കളായ ഈ രാജ്യങ്ങൾ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുമോ അതോ അമേരിക്കയെ പ്രതിരോധത്തിലാക്കാൻ ഈ സാഹചര്യം ഉപയോഗിക്കുമോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. UAEയിലെ തുറമുഖങ്ങളിൽ കഴിയുന്ന നാവികരും തീരദേശവാസികളും ഇപ്പോൾ വലിയ ഭീതിയിലാണ്. ഒരു രാജ്യത്തിൻ്റെ ഔദ്യോഗിക സൈന്യത്തിൽ നിന്ന് ഇത്തരമൊരു മുന്നറിയിപ്പ് ലഭിക്കുമ്പോൾ അത് അവഗണിക്കുക പ്രയാസകരമാണ്.
UAE ഭരണകൂടം നൽകുന്ന സുരക്ഷാ ഉറപ്പുകളിൽ വിശ്വസിച്ച് അവിടെ തുടരണോ അതോ ഇറാന്റെ നിർദ്ദേശം പാലിച്ച് ദുബായിലേക്ക് മാറണോ എന്ന ആശയക്കുഴപ്പത്തിലാണ് പല കപ്പൽ കമ്പനികളും. ഓരോ നിമിഷവും പിന്നിടുമ്പോൾ സംഘർഷം മുറുകുകയാണ്. വിവേകപൂർണമായ നയതന്ത്ര നീക്കങ്ങളിലൂടെ മാത്രമേ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയൂ. ഒരു ചെറിയ പിഴവ് പോലും വൻ നാശത്തിന് കാരണമാകും എന്ന ബോധ്യം എല്ലാ പക്ഷത്തിനും ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. 2026 ഈ വസന്തകാലം പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം കറുത്ത അധ്യായമായി മാറുമോ അതോ സമാധാനപരമായ ചർച്ചകളിലൂടെ ഈ പ്രതിസന്ധി മറികടക്കാൻ സാധിക്കുമോ എന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. ഇറാന്റെ സൈനിക പ്രകോപനങ്ങളും UAEയുടെ കടുത്ത നിലപാടുകളും ഒരു യുദ്ധത്തിന്റെ വക്കിലേക്കാണ് മേഖലയെ എത്തിച്ചിരിക്കുന്നത്. ആധുനിക ലോകത്തിന്റെ ജീവരക്തമായ ഇന്ധന നീക്കം തടസ്സപ്പെടുന്നത് ലോകമെമ്പാടുമുള്ള സാധാരണക്കാരന്റെ ജീവിതത്തെ ബാധിക്കും. യുദ്ധത്തിന്റെ കറുത്ത പുകയല്ല, മറിച്ച് സമാധാനത്തിന്റെ ശാന്തതയാണ് കടലിൽ പുലരേണ്ടത്. ആഗോള സമൂഹം ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണിത്. വരും ദിവസങ്ങളിലെ ഓരോ നീക്കവും പശ്ചിമേഷ്യയുടെ ഭൂപടത്തിലും ആഗോള രാഷ്ട്രീയത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തുമെന്ന് ഉറപ്പാണ്. വിവേകത്തിന്റെ പാതയിലൂടെ സമാധാനം വീണ്ടെടുക്കാനാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.